ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്കൊരു അടിപൊളി പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ക്യാൻവാസാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാൻവാസ് അല്ല കേട്ടോ, പകരം ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഹെർബേറിയം സബ്മിറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഹെർബേറിയം ഷീറ്റാണിത്. അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് ആയാലും മതി. പിന്നെ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമുക്ക് പെയിൻറ്റ് ബ്രഷ് അല്ല, പകരം ഒരു ബലൂണാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു ബലൂൺ എടുത്തിട്ട് നമ്മളതൊന്ന് മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ആ ഒരു ബലൂണിനുള്ളിലേക്ക് ഒരു കല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ല് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. റബ്ബർ ബാൻഡ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ബലൂൺ നമ്മൾ തിരിച്ചൊന്ന് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബലൂൺ ഒന്ന് വീർപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബലൂൺ വീർപ്പിച്ചിട്ട് നമ്മളതിൻ്റെ ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള 2 കളേഴ്സ് എടുക്കാം കേട്ടോ. ഞാനിവിടെ റെഡ് ആൻഡ് യെല്ലോ ആക്രിലിക് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ആ 2 കളേഴ്സും നമ്മൾ കുറേശ്ശെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഷീറ്റ് എടുക്കാം. പിന്നെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബലൂൺ എടുക്കാം കേട്ടോ. അതിലായിട്ട് നമുക്ക് കുറച്ച് ആക്രിലിക് പെയിൻ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഷീറ്റിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിന് സ്റ്റെമ്മും ലീവ്സും ഒക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്രീൻ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതുപോലെ തന്നെ 2 കളേഴ്സും കുറച്ചൊന്ന് എടുക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് സ്റ്റെം വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ സ്റ്റെം വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ബേസ് പോർഷനിൽ നിന്ന് വരയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഫിനിഷിംഗ് ആയിട്ടൊന്നും തോന്നില്ല. അതുപോലെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് വരയ്ക്കരുത്. ഇതുപോലെ ഒറ്റ വരയിൽ തന്നെ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനും കൂടി ആ ഒരു ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റെമ്മൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സും സ്റ്റെമ്മും ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിന് ലീവ്സ് കൂടി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത 2 ഗ്രീൻ കളേഴ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലീവ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ആക്കിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചധികം ലീവ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
നമ്മളിപ്പോൾ ലീവ്സും ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫ്ലവേഴ്സ് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ടും നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലായിട്ട് യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റുമായിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടുള്ള കുട്ടി കുട്ടി ഡോട്ട്സ് കൂടി ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി സൈസ് കുറഞ്ഞൊരു പെയിൻറ്റ് ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ഇർക്കിലിയോ എന്തെങ്കിലും വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിലും നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ ആ ഒരു ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാട്ടോ. എന്നിട്ട് അതിലോൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.